നാനീരാത എന്നു വെടിച്ചില് മിന്നലടി കിന്നലടി വെടിക്കിട്ട് മൂടിൽ കൊച്ചി മട്ടാഞ്ചേരി. ഹലോ, 2026 തുടക്കം പൊളിച്ചു. ജനനായകൻ തുടങ്ങുന്നതിന് വിചാരിച്ചോണ്ടിരുന്നു. അത് ഇനി വരുമ്പോ നോക്കാം. പക്ഷെ തുടങ്ങുമ്പോ വീട്ടിലായിരിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ ചത്താവച്ചയിലായിരുന്നു ആക്ച്വലി മൊത്തം പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഒരു ആക്ഷൻ പടം എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് പൊതുവേ ചില സിനിമകളൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നോക്കുമ്പം ഒരു റിവ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് പതുക്കെ നോക്കി കണ്ട് ചെയ്യാം, കാണാൻ തോന്നുമ്പോൾ കാണാന്നുള്ള ആ ഒരു മൈൻഡൊക്കെ ആയി. പിന്നെ ചില പടങ്ങൾക്കാണ് ഹൈപ്പ്. ഇപ്പൊ ഈ ജനനായകനൊക്കെ മോർണിംഗ് ഷോ ബുക്ക് ചെയ്തതാണ്. എനിവേ, അപ്പോൾ അങ്ങനെ ഹൈപ്പ് വരുന്നത് ഇപ്പം ചത്താബച്ചന്റെ മെയിൻ ഹൈപ്പ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ പടമാണ്, കുറച്ച് വൈബ് സെറ്റ് ആയിരിക്കുന്നത്. ഈ വൈബ് പടങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ചില പടങ്ങളിൽ ഒന്നാണ് ഈ തല്ലുമാല എന്ന് പറയുന്നത്. തല്ലുമാല പോലത്തെ ഒരു പടം സപ്പോസ് ഞാൻ റിവ്യൂ നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓഡിയൻസ് റെസ്പോൺസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണുമെന്ന് തന്നെ ഉറപ്പില്ല. കാരണം അതൊരു കഥയാണ്. അതായത് തല്ലുമാല നൂൺ ഷോ ഞാൻ ബുക്ക് ചെയ്തത് ഫസ്റ്റ് ഡേ തന്നെ. ആ സമയത്ത് ഞാൻ തിയേറ്ററിന്റെ അടുത്ത് തന്നെ, സൗണ്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞാനൊരു 1 മണിക്ക് മുന്നേ തന്നെ തിയേറ്ററിലെത്തി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സമയമുണ്ടല്ലോ, ഇനി എത്ര നേരം വെറുതെ ഇരിക്കില്ല. അപ്പം ഞാൻ ഇൻസ്റ്റയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം. ഇൻസ്റ്റ നോക്കുന്ന സമയത്ത് മൊത്തം ഇങ്ങനെ ചുമ്മാ റീല് പടം കൊള്ളൂലെല്ലാം പറഞ്ഞൊരു ഇച്ചിരി നെഗറ്റീവായിട്ടാണ് തോന്നുന്നു. അപ്പം എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നില്ല ഇത് എന്ത് നെഗറ്റീവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണീന്റെ ഷോ കഴിഞ്ഞിട്ടില്ല, ഞാൻ അവിടെ എത്തിയതേ ഉള്ളൂ. കഴിയാനായിട്ട് പോന്ന് തിയേറ്ററിൽ നല്ല ഒച്ചപ്പാടും ബഹളം കേൾക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇൻസ്റ്റയിൽ എന്തിനും ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് എൻ്റെ ഷോ 2 മണീന്റെ ഷോ ഞാൻ കയറി. ഇതില്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴും ആ സിനിമ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാർ, എനിക്ക് പേഴ്സണലി അറിയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെടുന്നില്ല, ഓക്കെ, അത് ഫൈൻ, കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കറിയില്ല. അപ്പോൾ അന്ന് ഞാൻ കണ്ണടച്ചങ്ങ് ഓക്കെ ബുക്ക് ചെയ്തിട്ട് ഉച്ചക്കത്തെ ഷോന് അങ്ങ് പോയതുകൊണ്ട് എനിക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. അതുകൊണ്ട് തന്നെ ചില പടങ്ങൾ കാണുമ്പോൾ നമുക്കൊരു ഏകദേശം ഇത് റിവ്യൂ നോക്കി നിൽക്കാൻ പാടില്ല, നേരെ അങ്ങ് നോക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ട്. അപ്പം ചത്താബച്ചന്റെ ആ ഒരു വൈബ്രന്റ് സാധനവും പിന്നെ ട്രെയിലറും കൂടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഇത് കണ്ടു മനസ്സിലാക്കാൻ മോശമാണെങ്കിൽ പോലും ചിലത് കണ്ടാലേ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ജസ്റ്റ് റിവ്യൂ നോക്കിയാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടൂല. അപ്പം അങ്ങനെ പോയതാണ് ഇടുക്കി. ടെക്നിക്കലി പറയാനേ കുറച്ചുണ്ട്, സ്പോയിലർ ഉണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ കട്ട് ചെയ്യാം, കുഴപ്പമില്ല. പടം തുടങ്ങിയിട്ടൊരു ആദ്യത്തെ ഒരു ടൈമിനുള്ളിൽ പതുക്കെ ഈ ഒരു പടത്തിന്റെ ഒരു പാറ്റേൺ എന്താന്നുള്ളത് നൈസായിട്ട് സെറ്റിലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇതിങ്ങനെ വെച്ചിട്ടാകുമ്പം ലൈക്ക് ഓഡിയൻസ് തന്നെ അങ്ങനെ വലിയ ഫാൻ ബേസ് ഉള്ള വലിയ സ്റ്റാർസ് എന്ന് പറയാൻ പറ്റില്ല, മാർക്കറ്റ് വാല്യൂ ഉള്ള സ്റ്റാർസ് തന്നെയാണ്, ആൾക്കാർ പോയി കാണാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് സ്റ്റാർസ് തന്നെയാണ്. പക്ഷെ എല്ലാവരും കിടന്നു അപ്ലോസ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റാർസ് അല്ല ഈ പടത്തിലുള്ള. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇവരൊക്കെ ഫേസ് കാണിക്കുമ്പോഴും പതുക്കെ ഇവരെ ക്യാരക്ടേഴ്സിന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോഴും ഫാൻ ബേസ് അല്ല, ഫാൻസ് അല്ല ഉള്ളത്. അതുകൊണ്ട് ഇവരിങ്ങനെ കണ്ടിരിക്കുകയാണ്. പതുക്കെയാണ് ഈ ക്യാരക്ടറിന് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിങ്ങനെ വരുന്നുണ്ടാവും. എസ്പെഷ്യലി റോഷൻ മാത്യുവിന്റെ ക്യാരക്ടർ അതിങ്ങനെ പതുക്കെ ഇന്റർവെല്ലിലെ റോഷൻ മാത്യുവിനെ വരുന്നത് ഈ പോയിന്റ് വരെ ഇതിങ്ങനെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്ന സാധനം കുറച്ച് കഴിയുമ്പോഴാണ് ഈ റെസ്ലിംഗ് കോസ്റ്റ്യൂം ഗുസ്തി എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റിലോട്ട് എത്തുക. കോസ്റ്റ്യൂം ഗുസ്തി സാധനം ലൈവ് ആവുന്ന പോയിന്റ് തൊട്ട് തിയേറ്റർ ഇളകി. അതായത് ആ പോയിന്റ് തൊട്ടാണ് തിയേറ്ററിന് ഉണരുന്നത്. അതുവരെ നമ്മളിങ്ങനെ ആ കഥ എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ള ഇങ്ങനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. റെസ്ലിംഗ് തുടങ്ങിയപ്പോഴേക്കും അങ്ങ് പ്രകമ്പനം സംഭവിച്ചു. അങ്ങനെ അങ്ങ് എനർജി കയറിയിട്ട് ആ ഒരു തിയേറ്ററിൽ കാണുന്നതിന്റെ ഒരു ഫീൽ അതാണ്. എനർജി കയറി അങ്ങ് വരും, ഭയങ്കരമായിട്ട് അപ്ലോസും കാര്യമില്ലായിട്ട് റോഷൻ മാത്യുവിന്റെ ഒരു ഇൻട്രോ വരും. ഇൻട്രോ എല്ലാം പാടില്ല, അതിന് കയ്യടി. കാരണം ആ ക്യാരക്ടറിന് ഓൾറെഡി ഒരു പതുക്കെ സെറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന പോയിന്റിൽ ആ ക്യാരക്ടർ വരുമ്പോഴാണ് ആ എനർജി കറക്റ്റ് ഫീൽ ചെയ്യുക. പിന്നെ ഇന്റർവെല്ല് കഴിയുമ്പോൾ ആ ഒരു എനർജിയും പിന്നെ ഇതിന്റെ ഓൾറെഡി കാണിച്ച ആ ഒരു കോസ്റ്റ്യൂം ഗുസ്തിന്റെ തന്നെ ആഫ്റ്റർ ഉണ്ടല്ലോ അത് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ക്ലൈമാക്സ് ഒക്കെ ആവുന്ന സമയത്ത് അത്ര നേരം കാണിച്ച ഫൈറ്റ് അല്ല ക്ലൈമാക്സിലോട്ട് വരിക. കാരണം അത്രയും നേരം കാണിച്ച സാധനത്തിന് ഒരു ഗുസ്തി ഫ്ലേവർ വിത്ത് കോസ്റ്റ്യൂം ആണല്ലോ. അപ്പം അതിനൊരു നാടകീയതയും ആ ഒരു ഡ്രാമാറ്റിക് ആസ്പെക്ട് നോക്കിയിട്ടായിരിക്കും അത്ര നേരത്തെ ഫൈറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ മെജോറിറ്റി ഫൈറ്റ് ആ ഒരു സാധനം. പക്ഷെ ക്ലൈമാക്സ് ഫൈറ്റ് അങ്ങനെയല്ല. ക്ലൈമാക്സ് ഫൈറ്റിൽ ആ ഒരു ഇന്റൻസിറ്റി ഉണ്ട്. ഒബ്വിയസ്ലി ക്ലൈമാക്സ് ആണല്ലോ, ഒരു കലാശക്കൊട്ട് വൈബിലൊരു മൊത്തത്തിലൊരു കൂട്ടപ്പൊരിച്ചിലുണ്ട്. അപ്പൊ ആ ഒരു സാധനം കിട്ടാകുമ്പോൾ
ആ ഒരു സാധനം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നല്ല റിയലിറ്റിയാണ് അത് കാണിച്ച് അത് എടുത്ത രീതി. ഫൈറ്റിംഗ് സീക്വൻസുകളൊക്കെ ഈ പടത്തിലെ കിടിലാണ്. എസ്പെഷ്യലി എനിക്ക് ആ ക്ലൈമാക്സിലെ ഫൈറ്റിംഗ് സീക്വൻസിൽ ഇവർ മോക്കോ ബോട്ട് വെച്ചിട്ടും, ഞാൻ ചില ക്യാമറ ആംഗിളൊക്കെ ചില സിനിമയിലൊക്കെ ആയിരിക്കുമ്പോൾ ഇവർക്ക് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ, ലൈക്ക് പറ്റുമായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ അത് കാണുന്ന ഒരു രീതിയിലൊരു രസം കൂടുതലുണ്ടാവില്ല. കാരണം മോക്കോ ബോട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന യൂഷ്വൽ ചില പരിപാടികളുണ്ട്. ഇവർ ചില എക്സ്ട്രാ ക്യാമറ ആംഗിളിലൂടെ ഇങ്ങനെ ചാടിയിട്ടൊക്കെ പോകുന്നുണ്ടാവും. അതൊക്കെ കാണും ഭയങ്കര രസമായിട്ട്. അത് വെൽ മെയ്ഡ് എന്ന് പറയില്ല. അപ്പം ആക്ഷൻ സീക്വൻസുകളൊക്കെ അത്രയും വെൽ മെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തിയേറ്ററിൽ നിന്നാണ് ഞാൻ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ആക്ഷൻ സീക്വൻസുകളൊക്കെ അത്ര ഭംഗിയായിട്ട് വരുമ്പോൾ പാരലി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇമോഷൻ ഉണ്ട്, ഒരു കോർ ഉണ്ട്. അതൊരു കുട്ടിയെ വെച്ചിട്ട് കണക്ട് ചെയ്തായിരിക്കും. ഇതിന്റെ ഒരു ഇമോഷണൽ ആയിട്ട് സൈഡിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ട് കണ്ടവർക്ക് അറിയാം ഒരു കുട്ടി ഇൻവോൾവ് ആണ്. അപ്പൊ ആ കുട്ടി റോഷൻ മാത്യുവിന്റെ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഇമോഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ പടത്തിൽ ഏറ്റവും ഭീകര, ലൈക്ക് മെൻഷൻ ചെയ്യാൻ മാത്രം അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആ കുട്ടിയുടെ ഉണ്ടായിരുന്നത്. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പടത്തിന്റെ ജോണർ എന്ന് പറയുന്നത് തന്നെ ഒരു സ്പോർട്സ് കോമഡി എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ സ്പോർട്സ് ജോണറിൽ കോസ്റ്റ്യൂം ഗുസ്തി ആ ഒരു WWE വൈബ് പിടിച്ചോണ്ട് പോകുമ്പോൾ പാരലി ഒരു കോമഡിയും മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അത് ഈ ഫൈറ്റിന്റെ അകത്തും കോമഡി വരുന്നുണ്ട്, അതല്ലാതെയും കോമഡി വരുന്നുണ്ട്. അതെല്ലാം കുറെയൊക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ ഫണ്ണാണ്. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ആ ഒരു രസം പിടിച്ച് പതുക്കെ ആ കഥയിലോട്ട് ഇൻവോൾവ് ആയി, പിന്നെ ആക്ഷനിൽ ഇൻവോൾവ് ആയി, കുറച്ച് കഴിയുമ്പോൾ കോമഡിയും കൂടി വരുമ്പോൾ കറക്റ്റ് മീറ്ററിൽ അതിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലി അതൊരു ഫൺ മോഡിൽ അങ്ങ് കറക്റ്റ് തുടങ്ങിയിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ അവസാനിക്കുന്നു എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നുണ്ട്. ടോട്ടലി ഒരു വർത്ത് വാച്ചായിട്ട്, തിയേറ്റർ വർത്ത് വാച്ചായിട്ട് വരുന്നൊരു നല്ല സിനിമയായിട്ടാണ് പടം വന്നിട്ടുള്ളത്. പിന്നെ നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഇതിന്റെ നെഗറ്റീവ് പറയാൻ ഇച്ചിരി മടിയുണ്ട്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണേ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെ നന്നാക്കിയ ഒരു പടത്തില് ഒരു മെഗാസ്റ്റാർ വന്ന് കൊളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. ഞാൻ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ, സ്ട്രിക്ട്ലി പേഴ്സണൽ ഒപ്പീനിയൻ എന്നാലും പറയാം. ഒബ്വിയസ്ലി ഒരുവിധം എല്ലാവർക്കും അറിയാൻ തന്നെ വിശ്വസിക്കുന്നു, മമ്മൂക്കയുടെ ക്യാമിയോ. മമ്മൂക്ക വരുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് കുറെ ബിൽഡപ്പും കാര്യങ്ങളും നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളതെല്ലാം ഉണ്ട്. ഓക്കെ, ഒരു അണ്ടർടേക്കർ വൈബിൽ വന്നുകൊണ്ട് കോസ്റ്റ്യൂംസ് ആ ഒരു സെറ്റപ്പിൽ ബുള്ളറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു, ഫൈൻ. അതിനൊരു ഇതുണ്ട്, ലൈക്ക് മമ്മൂക്ക വരുമ്പോഴത്തേക്ക് തന്നെ തിയേറ്ററിൽ നല്ലൊരു ഓളവും നല്ല ഒച്ചപ്പാടും ബഹളവും എല്ലാം ആയിട്ട് കറക്റ്റ് മീറ്ററിൽ വന്നിട്ടുണ്ട്. എൻട്രി പക്ക, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് മമ്മൂക്കൊരു ഡയലോഗ് പറയും. ലൈക്ക് നമ്മളിതിപ്പോ ഇന്നലെന്നല്ല, ഫസ്റ്റ് ഓഫ് ഓൾ കൊച്ചി ബേസ്ഡ് ആയിട്ട് മമ്മൂക്ക് ഒരു ക്യാരക്ടർ ചെയ്യുന്നതോ അതിനനുസരിച്ചൊരു പടം വരുന്നതൊന്നും പുതിയതൊന്നല്ല. ഇപ്പം ബ്ലാക്ക് പടത്തിലെ ഷൺമുഖനായാലും ബിഗ് ബിയിലെ ബിലാലായാലും ലാസ്റ്റ് ഇറങ്ങിയ ഭീഷ്മപർവത്തിൽ പോലും മമ്മൂക്ക കൊച്ചിയാണ്. കൊച്ചിൻ ബേസ്ഡ് ചെയ്ത് കൊച്ചിൻ സ്ലാങ് മമ്മൂക്ക കുറെ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഡയലോഗിന്റെ കുഴപ്പമാണോ ഡയലോഗ് ഡെലിവറിന്റെ കുഴപ്പമാണോ? അത് ഡയലോഗ് ഡെലിവറിന്റെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ട്രിഗറാവും. കാരണം ഡബിങ്ങിൽ വിസ്മയം തീർക്കുന്ന ഒരാളാണ് മമ്മൂക്ക. പഴയ സിനിമകളെല്ലാം പഴയ ഇന്റർവ്യൂസ് ഒക്കെ, ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഡബിങ്ങിൽ മമ്മൂക്ക കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട്. അതൊക്കെ ചെയ്യുന്ന ഒരാൾ എങ്ങനെ ഡയലോഗിന്റെ ഇടയിൽ പാളി എന്നുള്ളത് എനിക്കിപ്പോഴും അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല. ലൈക്ക് അത്രയും പെർഫെക്റ്റ് ആയ ഒരു ക്യാമിയോ, നല്ല ക്യാരക്ടർ. ബുള്ളറ്റ് വാൾട്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ക്യാരക്ടർ നല്ല ഈസി ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സിമ്പിളായിട്ട് സിമ്പിളായ ഭാഷയിൽ അത് പറഞ്ഞു വെച്ചതിനെ പോലെ ആ ഡയലോഗ് പോലും വർക്കാവും. എന്തിനാ അങ്ങനെ ഒരു മട്ടാഞ്ചേരി കറക്റ്റ് മീറ്റർ കിട്ടണമെന്നും, അതും ആ ക്യാരക്ടർ ഓറിയന്റഡ് പോലും അല്ല. കാരണം ക്യാരക്ടർ ആക്ച്വലി കുറെ കൾച്ചർ എക്സ്പ്ലോർ ചെയ്ത പുറം ലോകം കണ്ടിട്ടുള്ള, അങ്ങനെയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ കോസ്റ്റ്യൂം ഗുസ്തി വരുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്പം അങ്ങനെ ലോകം കണ്ടിട്ടുള്ള, സർക്കസ് ഒക്കെ കളിച്ചിട്ടുള്ള, അപ്പൊ കൾച്ചറുടെ പല കൾച്ചേഴ്സ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്ലാങ്ങിലും ഡയലക്റ്റിലും പല കാര്യത്തിലൊക്കെ കുറെ മാറ്റങ്ങളുണ്ടാകും. അയാൾ കോർ അതങ്ങനെ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമില്ല. അപ്പം കുറച്ചുകൂടി ഈസി ആയിട്ട് ഡീൽ ചെയ്യാവുന്ന ഒരു പരിപാടി ആയിരുന്നു. എന്തിനത് ഓക്കെ ഇത് മട്ടാഞ്ചേരിയാണ്, കറക്റ്റ് കൊച്ചി സ്ലാങ് തന്നെ വേണമെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുക, എറിച്ച് നിൽക്കാൻ വേണ്ടി എന്തോ ട്രൈ ചെയ്ത പോലെ ആയിപ്പോയി. ഒട്ടും ഏറ്റില്ല എന്നുള്ളതിനേക്കാൾ ഉപരി നന്നാക്കാൻ പറ്റാത്ത രീതിയിൽ മോശമാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ഞാൻ ലാസ്റ്റ് കണ്ട മമ്മൂക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കളങ്കാവലാണ്. എനിക്ക് ഒന്ന് ആലോചിക്കണം, കളങ്കാവൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ചത്താപ്പച്ചയിൽ ആ റോളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങ് പറ്റൂല, ഒട്ടും വർക്കാവൂല. എങ്ങനെ
എങ്ങനെ ഇത് സംഭവിച്ചു ഒരു പിടി കിട്ടുന്നില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറിന് ഒരു 1 more വിളിക്കാൻ മടി പിടിച്ചു എന്നുള്ളത്. അല്ലെങ്കിൽ മമ്മൂക്കയോട് എങ്ങനെ ഒന്നുകൂടി നോക്കാന്ന് പറയാൻ ഒരു മടി. അതുകൊണ്ട് മൊത്തം മമ്മൂക്ക എന്ത് വന്ന് ചെയ്തു അത് അങ്ങനെ തന്നെ ഫസ്റ്റ് ടേക്കിൽ എടുത്തിട്ട് അങ്ങ് വെച്ച പോലെ ഒരു ഫീലാണ്. കാരണം വേണമെങ്കിൽ എത്ര വേണേൽ പറഞ്ഞാലും മമ്മൂക്ക അതിനനുസരിച്ച് ബെറ്റർ ആക്കി എടുക്കും. നമ്മൾ ഇത്രയും ടൈമിനിടയിൽ മമ്മൂക്ക ചെയ്ത സിനിമകളും അതിനുശേഷം ചെയ്യുന്ന സിനിമകളും എല്ലാം കാണുമ്പോൾ നമുക്ക് അറിയാലോ മമ്മൂക്ക എന്താണ് ആ ക്യാരക്ടറിന് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ സജഷൻസ് കൊടുത്ത് നന്നാക്കുന്ന ഒരാളാണ്. ലൈക്ക് കളങ്കാവല്ല സിഗരറ്റ് ചവക്കുന്ന സീനൊക്കെ മമ്മൂക്കയുടെ സജഷനാന്ന് പറഞ്ഞത്. അപ്പൊ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ലൈക്ക് അത് എസ്പെഷ്യലി ലൈക്ക് ഇപ്പം പലരും ഈ സീനിനൊക്കെ ബബ്ബയിലെ ലാലേട്ടന്റെ ക്യാമിയോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ പറയും. ബബ്ബ മൊത്തത്തിലൊരു ആയതുകൊണ്ട് നമുക്ക് ലാലേട്ടനെ മാത്രമായിട്ട് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം മൊത്തത്തിൽ അലമ്പായിരുന്നു. അതുപോലെയല്ല പടം നല്ല ഫീൽ, ക്ലൈമാക്സ് ഒക്കെ ഫൈറ്റും ഇതൊക്കെ ആയിട്ട് നല്ല പഞ്ചിയായിട്ട് നിൽക്കും. ഈ സമയത്ത് മമ്മൂക്ക വന്നു കഴിഞ്ഞാൽ ഫുൾ തിയേറ്റർ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ സെറ്റ് ചെയ്ത് സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് മമ്മൂക്ക വന്നിട്ട് അതങ്ങ് ഡിഫ്യൂസ് ചെയ്ത് വെച്ച് എന്നിട്ട് പിന്നെ നമ്മളെ കാണുന്ന സമയത്ത് ആ ഫൈറ്റ് കിടിലാക്കില്ലേ. വിശാഖ് നായറിന്റെ ആക്ച്വൽ ഒരു ആറ്റിറ്റ്യൂഡും ഫൈറ്റിംഗ് കേപ്പബിലിറ്റിയും എല്ലാം ബോഡിയൊക്കെ കാണിച്ചത് കൊട്ടൊക്കെ അങ്ങനെ സ്റ്റേജിൽ ഫൈറ്റ് നടക്കുമ്പം മമ്മൂക്കേനെ കാണിക്കുന്ന സീൻ വരുമ്പോൾ ഒരു സുഖമില്ല. അത് അവിടെ ബാക്കിയുള്ളവർ ഒന്നാലേക്കാണ്. മമ്മൂക്കേനെക്കാട്ടി ജൂനിയറായ ആർട്ടിസ്റ്റുകൾ, അതിലും ജൂനിയറായ ആർട്ടിസ്റ്റുകൾ ജസ്റ്റ് ഈ പടത്തിൽ തന്നെ ഫസ്റ്റ് മുഖം കാണിക്കുന്ന ആൾക്കാർ വരെ കറക്റ്റ് മീറ്ററിൽ പോകുമ്പോൾ മമ്മൂക്ക വന്ന് അലമ്പാക്കണം എന്ന് പറയുന്നത് ഒട്ടും അങ്ങ് എന്തിനാ സംഭവിച്ചു, എവിടെയാ പാളി എന്നൊരു പിടി കിട്ടുന്നില്ല. അതായിരുന്നു ഒരു പടത്തിന്റെ മേജർ ഫ്ലോ ആയിട്ട് തോന്നിയത്. എങ്കിലും അത് ആ പടത്തിനെ എത്രത്തോളം ബാധിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ കാണിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന നമുക്ക് ആ ഒരു മീറ്ററിൽ അതങ്ങ് പോകുന്നുണ്ട്. ക്ലൈമാക്സ് ആകുമ്പോൾ അത് ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതില്ലായിരുന്നെങ്കിൽ ഈ പടത്തിന് ഒരു കുഴപ്പമില്ല. ലൈക്ക് ലിറ്ററലി ആ പടത്തിൽ മമ്മൂക്ക ഇല്ലെങ്കിൽ ആ പടത്തിന് ഒന്നും സംഭവിക്കൂല. അത് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു ഹൈ പോയിന്റ് കയറാൻ വേണ്ടിയിട്ടാണ് മമ്മൂക്കേനെ അവിടെ വെച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ മമ്മൂക്ക വരുമ്പോൾ ഉള്ളൊരു ഹൈ പിന്നെ അങ്ങോട്ട് താഴോട്ട് കുത്തനടിച്ചതായ പോലെ. പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് എന്ന് പറയാനില്ല. മേ ബി ഒരു എക്സ്പെരിമെന്റിലൊന്നും അല്ലെങ്കിൽ ഒരു യൂഷ്വലി പോകുന്ന ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ള രീതിയിലോ ചിലപ്പോൾ ചെയ്തായിരിക്കാം. ബട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് ആക്ടിലോട്ട് വരുമ്പോൾ, എസ്പെഷ്യലി ആ ക്ലൈമാക്സിലോട്ട് വരുമ്പം ഇവരൊരു മെയിൻ ആയിട്ടൊരു വില്ലൻ, ലൈക്ക് ഇപ്പം വിശാഖ് നായറിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ വില്ലൻ എന്നുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്തു. ഇതിനിടയിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. പൊതുവെ പടങ്ങളിൽ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഡീൽ ചെയ്യാറുണ്ട്. അതായത് അതാണ് ഈ ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ട് വരിക. ഒരു 2 പേർക്കിടയിൽ മെയിൻ ക്യാരക്ടർ ഇപ്പൊ ഒരു ഉദാഹരണം നോക്കി അന്യൻ എടുത്തു. അന്യനിൽ നന്ദി ക്യാരക്ടറായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നാട്ടിലുള്ള പ്രശ്നങ്ങൾ അതെങ്ങനെ ഈ അമ്പി ക്യാരക്ടറിനെ ബാധിക്കുന്ന അന്യൻ വരുന്നു എന്നുള്ളത് ഒരു എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ്. അപ്പൊ അത് രണ്ടും കൂടി മെർജ് ആയിട്ട് അമ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വേൾഡിൽ എങ്ങനെ ബ്ലെൻഡ് ആവുന്നു എന്നുള്ളതായിരിക്കും അന്യൻ സിനിമയിൽ. ഇങ്ങനെ പല രീതിയിൽ ഒന്നിലധികം ഇഷ്യൂസ് ഡീൽ ചെയ്യുകയും അത് ഒന്ന് സബ് പ്ലോട്ട് കഴിഞ്ഞിട്ട് മെയിൻ പ്ലോട്ടിലോട്ടുള്ള മെയിൻ ഇഷ്യൂവിനെ ഡീൽ ചെയ്യുന്നതും പോലെ ആയിരിക്കും ഉണ്ടാവും. ഇവിടെ ആക്ച്വലി ചില സിനിമകളിൽ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരലുണ്ട്. ബട്ട് ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് ആകുമ്പോൾ ഈ 2 ഇഷ്യൂസ് ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോയത്. മെയിൻ വില്ലൻ ഉണ്ട്, മെയിൻ വില്ലനായിട്ട് ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവും. ഇതിനിടെ ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസും കൂടി ഇതിനിടെ മിക്സ് ചെയ്തിട്ടേ ഉണ്ടാവുക. ഇത് മിക്സ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇതെല്ലാം സോൾവ് ചെയ്യുന്നത് ഫൈറ്റ് ചെയ്തിട്ടാണ്. ഓൾറെഡി ഒരു ഇന്റേണൽ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട ഒരു ഫൈറ്റ് നടത്തിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ അടി നടക്കുമ്പോൾ ഇവർക്ക് അതിനുള്ള എനർജി വേണ്ടേ. നമുക്ക് ഇത് കഴിഞ്ഞ് ഇങ്ങനെ എനർജി കൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടൂല. കാരണം അത്രയും ഇതുകൊണ്ട് ഓൾറെഡി എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ കാണിക്കുന്നു. ആ പോയിന്റിൽ പിന്നെ ഇവര് വന്നിട്ട് എങ്ങനെ ഇടിച്ച് ക്ലൈമാക്സിൽ ജയിച്ചു. ഒബ്വിയസ്ലി ഹീറോസ് ജയിക്കുന്നു എന്നുള്ള ഒരു സാധനം ഉണ്ട്. അപ്പൊ അതെങ്ങനെ ജയിച്ചു എന്നുള്ളത് പറയുമ്പോൾ അവിടെ വരുമ്പോൾ കുറച്ചൊരു ഇതുണ്ട്. അത് കുറച്ചും കൂടി പുഷ് ചെയ്യായിരുന്നു. ലൈക്ക് പടത്തിന്റെ ടൈം എന്ന് പറയുന്നത് 2.25 മണിക്കൂറാണ്. ആ ഒരു 15 മിനിറ്റ് ഒന്ന് ലാഭിക്കാൻ നോക്കിയ പോലെ തോന്നിയത്. കാരണം കുറച്ചും കൂടി ടൈം പുഷ് ചെയ്തിട്ട് ഇവർക്ക് അതിനൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കായിരുന്നു. അവർ ഇന്റേണൽ ഇഷ്യൂ ഒരു ഡീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി ഇവർക്ക് അതിനൊന്ന് ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ട് മെയിൻ ഇഷ്യൂവിനെ ഒരു കോസ്റ്റ്യൂം കുസ്തി വൈസ് തന്നെ നമുക്ക് നോക്കി എടുക്കായിരുന്നു. കാരണം അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ആ ഗ്രാൻഡ് ഫിനാലെ വൈബ് കിട്ടിയാണ്. ഇത് പടപടയെന്ന് പറഞ്ഞിട്ട് അത് നടന്നു കഴിഞ്ഞു. മേ ബി അത് കുറച്ച് സ്മൂത്ത് ആക്കായിരുന്നു എന്ന് തോന്നി. അതൊരു മേജർ നെഗറ്റീവ് അങ്ങനെ പറയാനില്ല. ബട്ട് സ്റ്റിൽ എന്തോ കുറച്ചൊന്ന് അവിടെ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തൊന്ന് പതുക്കെ ഡീൽ ചെയ്യായിരുന്നു എന്ന് തോന്നി. എങ്കിലും ആ ക്ലൈമാക്സ് വിത്ത് അർജുൻ അശോകന്റെ ഒരു ചോക്ക് സ്ലാം ഉണ്ട് മോനെ. ഓക്കെ, എനിവേ അത്
കിടിലായിരുന്നു. ക്ലൈമാക്സ് വൈദ്യൊക്കെ കിടില. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് വൈസ് ചിലയിടങ്ങളിൽ കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കായിരുന്നു എന്ന് തോന്നി. എങ്കിലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയ ഒരു വർത്ത് വാച്ച് ഫിലിം ആയിട്ടായിരുന്നു ചത്താ പച്ച തോന്നിയത്. സോ നിങ്ങൾക്ക് എന്താ തോന്നിയുള്ളത് കമന്റ് ചെയ്യുക. സോ